മിഷൻ തരാൻ പോവാണ്. പുതിയത് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ആർമി ടാങ്ക് വരും എന്നാണ് പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് GTA 5 മോഡ് ഇന്ത്യൻ ബൈക്ക് 3Dയിൽ നമുക്ക് കാണാൻ പറ്റുമോ? മേ ബി നിയർ ഫ്യൂച്ചർ മേ ബി കാണാൻ പറ്റുമായിരിക്കും. അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനും ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ തരുന്നതായിരിക്കും. പിന്നെ അത് കൂടാണ്ട് ട്രാക്ടറിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് പിന്നിലെ പോർഷനെ മാറ്റിയിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ? അതും ഇന്ന് ക്ലിയർ ആക്കാം. സോ എന്തായാലും ഗൈസ് നമുക്ക് കാറിൻ്റെ ചീറ്റ് കോഡും തുടങ്ങാം. ഏറ്റവും ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലോണിൽ വന്നിട്ട് 991 അടിക്കുകയാണെങ്കിൽ ഓർക്കുക, 991 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഥാർ റോക്സ്. ദി അൾട്ടിമേറ്റ് ന്യൂ അപ്ഡേറ്റിൽ വന്ന ഥാർ റോക്സ്. ഇത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളറിൽ എടുക്കാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഓറഞ്ച് ആണ്. RGBയിലും എടുക്കാൻ വേണമെങ്കിൽ RGB ബേസിക്കലി വൺ ഓഫ് ദ ഫ്ലോപ്പസ്റ്റ് കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ 99 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഗ് മോഡിലോട്ടേക്ക് വരാൻ പറ്റും. ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്തതാണ്, എന്നാലും ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 99 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഗ് മോഡ് കിട്ടും. ഇനി കുറേ പേര് ഇവിടെ വന്ന് ട്രാപ്പായിട്ട് അയ്യോ റെയിൻ മോഡ് ഇല്ല എന്ന് പറയും. പക്ഷെ വീണ്ടും 99 അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റെയിൻ മോഡ് കിട്ടത്തുള്ളൂ. ഇനി വീണ്ടും 99 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് മോഡ് ആക്ടിവേറ്റ് ആവും. പിന്നീട് വീണ്ടും 99 അടിക്കുകയാണെങ്കിൽ നൈറ്റ് റെയിൻ മോഡ് ആക്ടിവേറ്റ് ആവും. പിന്നീട് വീണ്ടും 99 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മോഡിലോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റും. അതായത് ടോട്ടൽ ഇപ്പോൾ 5 മോഡ് നമുക്ക് നമ്മുടെ ഗെയിമിൽ കാണാൻ പറ്റും ഗൈസ്. എന്തായാലും ഇതായി ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റിൻ്റെ കാര്യം. ഇനി നമുക്ക് കാറിലോട്ടേക്ക് തിരിച്ചു വരാം. നിങ്ങൾ 9090 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ മോഡിഫൈഡ് ഥാർ കിട്ടും. ഈ ഒരു സംഭവം റിമൂവ് ചെയ്യും എന്നാണ് പറഞ്ഞത്, പക്ഷെ റിമൂവ് ചെയ്തില്ല. എന്തായാലും വളരെ നല്ല കാര്യം. പിന്നീട് നിങ്ങൾ 9191 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഥാർ കാണാൻ പറ്റും. സോ ഇതാണ് ഗൈസ് നമ്മുടെ നോർമൽ ഥാർ. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ നോർമൽ ഥാറിനെ അങ്ങ് എടുത്തു കളയാൻ പറ്റും. ബാക്കി 2 ഥാർ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ. പിന്നീട് 3100 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്വന്തം ബൊളേറോ ഗൈസ്. ഇന്ത്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാറാണിത്. പിന്നീട് ഇതേപോലെ തന്നെ 1000 അടിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോർച്യൂണർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നീട് 333 അടിക്കുകയാണെങ്കിൽ 333ൽ സ്കോർപിയോ ക്ലാസിക് വരുമായിരിക്കും. ഇത് സ്കോർപിയോ ക്ലാസിക് തന്നെ അല്ലേ? അതും എനിക്ക് തെറ്റിയ. പിന്നീട് 3 തവണ 8 അടിച്ച് 0 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹമ്മർ കാർ എടുക്കാൻ പറ്റും ഗൈസ്. ഇതും നല്ലോണം ഓടിക്കാൻ നല്ല രസമാണ്, ഒരുമാതിരി സൈബർ ട്രക്ക് പോലെയുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇതേപോലെ തന്നെ ഒരു സൈബർ ട്രക്കും കൂടി വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടായിരുന്നു. എന്തായാലും നമുക്കറിയില്ല, നോക്കാം. നിങ്ങൾ 100 അടിക്കുകയാണെങ്കിൽ പോലീസിൻ്റെ കാർ വരും. 101 അടിക്കുകയാണെങ്കിൽ പോലീസ് കാർ ജീപ്പ് വരും. പിന്നീട് 500 അടിക്കുകയാണെങ്കിൽ ഓഡി കാർ വരും നിങ്ങളുടെ ഫ്രണ്ടിൽ. പിന്നീട് 800 അടിക്കുകയാണെങ്കിൽ ബുക്കാട്ടി പ്രത്യക്ഷപ്പെടും. പിന്നീട് 700 അടിക്കുകയാണെങ്കിൽ ലാംബോർഗിനി, ദി ഫാസ്റ്റസ്റ്റ്, ദി അൾട്ടിമേറ്റ് സൂപ്പർ ഫാസ്റ്റ് കാറ്. പിന്നീട് 900 അടിക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ കാറാണ് വരുന്നത്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കൊൻഗീഗസ്ന അങ്ങനെ എന്തോ ആണ് ഗൈസ്. പിന്നീട് 300ൽ ടാർസൻ കാർ വരും. പിന്നീട് 200ൽ നമ്മുടെ സ്വന്തം ആൾക്കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന റോൾസ് റോയ്സ് വരും. സോ ഇത് കൂടാണ്ട് ഇനിയും കുറച്ചും കൂടി സൂപ്പർ കാർസ് ഉണ്ട്. പക്ഷേ ഇനി പുതിയതായി സൂപ്പർ കാർസ് ഒന്നും എനിക്ക് തോന്നിയില്ല ഇപ്പോൾ വരാനുള്ള ഇതിലുണ്ട്. സൈബർ ട്രക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ ആർമി ജീപ്പും വരാനൊരു സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി സൂപ്പർ കാറിനെ കുറിച്ച് പറഞ്ഞുതരാം. 8811 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫറാറി കാണാൻ പറ്റും ഗൈസ്. പിന്നെ ഇതേപോലെ തന്നെ 8123ൽ വീണ്ടും 8123ൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്റാങ്ക് കിട്ടും. പിന്നീട് 2244ൽ നിങ്ങൾക്ക് സൂപ്ര കാണാൻ പറ്റും, ദി അൾട്ടിമേറ്റ് സൂപ്ര കാറ്. പിന്നീട് 4 തവണ 6 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി വാഗൺ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും ഗൈസ്. ജി വാഗൺ നമ്മുടെ മുമ്പത്തെ അപ്ഡേറ്റിൽ വന്ന ഒരു സംഭവമാണ്. ഇതും ഒരു നല്ല കാറാണ് ഗൈസ്. പിന്നീട് 4000 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്ര കിട്ടും. അപ്പൊ 224ൽ എന്താ കിട്ടിയത് എനിക്കറിയാൻ പാടില്ല ഗൈസ്, എന്ത് തേങ്ങയാണെന്നത് സംഭവിക്കുന്നത്. പിന്നീട് 4000 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോർഷെ കിട്ടും. പിന്നീട് 2020 അടിക്കുകയാണെങ്കിൽ എൻഡെവർ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. സോ പോർഷെന്റെ ചീറ്റ് കോഡ് ഒന്ന് ഓർക്കണേ ഗൈസ്, 4000 ആണ്. സൂപ്പറിന്റെ ചീറ്റ് കോഡാണ് 2244. ഇനി ഞാൻ ട്രാക്ടറിന്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം. ട്രാക്ടറിന്റെ ചീറ്റ് കോഡാണ് 5643. ഇനി ട്രാക്ടറിൻ്റെ ബാക്ക് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വരാനിരിക്കുന്ന ഒരു സംഭവമാണ്.
അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇതിനൊരു ചീറ്റ് കോഡ് ഉണ്ടാവും, ഫ്രണ്ട് പോർഷന് ഒരു ചീറ്റ് കോഡ് ഉണ്ടാവും. നിങ്ങൾ ട്രക്കിന്റെ കേസസിൽ നോട്ട് ചെയ്താണെങ്കിൽ ഒരു 0 അടിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നറോടെ വരും, 0 മാറ്റി കഴിഞ്ഞാൽ വിത്തൗട്ട് കണ്ടെയ്നർ വരും. ഞാൻ അത് എന്തിലും കാണിച്ചു തരാം. സോ ആ രീതിക്ക് ട്രാക്ടറും ആവാൻ പോവാണ്. പിന്നീട് 6677 അടിക്കുകയാണെങ്കിൽ JCB നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും. പിന്നീട് 4040 അടിക്കുകയാണെങ്കിൽ ടാങ്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. പിന്നീട് 8000 അടിക്കുകയാണെങ്കിൽ ക്യൂട്ട് ഹെലികോപ്റ്റർ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും ഗൈസ്. ഇതേപോലെ 5555 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ എയ്റോപ്ലെയിനെ കാണാൻ പറ്റും. പിന്നീട് 606 അടിക്കുകയാണെങ്കിൽ ഫയർ ട്രക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. പിന്നീട് 5599 അടിക്കുകയാണെങ്കിൽ സിറ്റി ബസ് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. ഇത് കുറച്ച് കാറിന്റെ കാര്യം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിന് അടിക്കേണ്ട ചീറ്റ് കോഡാണ് 3001. 3001 ഒരു റെഡ് കളർ ബോട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും. ഇതിപ്പോൾ മുങ്ങിപ്പോയി, പക്ഷെ സാധാരണ മുങ്ങാറില്ല. പിന്നീട് കഴിച്ച് ഞാൻ നേരത്തെ ട്രാക്ടറിന്റെ പറഞ്ഞില്ല, അതുപോലെ ഈ ട്രക്കിനെയും 1212 അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രക്ക് വരും, അതായത് ബാക്കിൽ കണ്ടെയ്നർ ഇല്ലാത്ത ട്രക്ക്. പിന്നീട് 0 ഇതിന്റെ ഫ്രണ്ടിൽ ഇടുമ്പോൾ കണ്ടെയ്നറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രക്ക് വരും. നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല അധികം ആൾക്കാരൊന്നും ഈ ട്രക്ക്, പക്ഷേ ഇത് കണ്ട 01212 അടിക്കുമ്പോൾ കണ്ടെയ്നർ. ഇതേപോലെയാണ് ട്രാക്ടറിന്റെ കേസും ആവാൻ പോകുന്നത്, കാരണം കുറച്ചും കൂടി റെപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇനി അത് വരാനുള്ള പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് കുറേ പേര്. സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ എന്തൊക്കെ വരും ചോദിക്കുകയാണെങ്കിൽ ട്രാക്ടറിന്റെ ഒരു മാറ്റം നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ആർമി ടാങ്ക് കാണാൻ പറ്റും ഗൈസ്. വേറെ എനിക്ക് എന്താ പറയാനുള്ളത്, വേറെ എനിക്ക് GTA 5 മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ GTA 5 മോഡ് ആക്ച്വലി ഒരിക്കലും ഇതിൽ വരാൻ പോകുന്നില്ല ഗൈസ്. കാരണം ഇത് രണ്ടും വേറെ വേറെ ഗെയിമാണ്. ഈ ഗെയിമിനെ GTA 5 പോലെ ആക്കാൻ പറ്റും, പക്ഷെ ഇതിലൊരിക്കലും GTA 5 മോഡ് എന്തായാലും വരത്തില്ല. സോ നിങ്ങൾ GTA 5 മോഡ് ഈ ഗെയിമിൽ വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കരുത്. അത് നമ്മൾ അധികം പ്രതീക്ഷിക്കുന്നത് തെറ്റാണല്ലോ. നമ്മൾ കിട്ടുന്നത് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഈ വീഡിയോയിൽ എങ്ങനെ GTA 5 പോലെ കളിക്കുന്നത്. സോ ഇതൊക്കെ ബേസിക്കലി ഗൈസ് യൂണിറ്റി പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ച് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോസ് GTA 5 മോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും. സോ എന്തായാലും ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി RGS ടൂളും ബൈക്കിൻ്റെ ചീറ്റ് കോഡായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലോ അതിൻ്റെ അടുത്ത വീഡിയോയിലോ വരുന്നതായിരിക്കും. हेलो दोस्तों, फाइनली हम लोग इंडियन बाइक 3D गेम എന്റെ രോഹൻ ഭയങ്കര വികൃതിയാണ്. ഇന്നലെ അർദ്ധരാത്രിക്ക് എല്ലാവരെയും ബെല്ലടിച്ചുണർത്തി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് വികൃതിയാണെങ്കിലും രോഹന്റെ വളർച്ച നല്ലതാണെന്നുള്ള സൂചനയാണ്. അവന്റെ ബുദ്ധിശക്തി എല്ലാവരെയും തീപിടുത്തത്തിൽ നിന്ന് രക്ഷിച്ചു. ഇങ്ങനെ വളരാനായി ഹോർലിക്സ്, ടോളർ, സ്ട്രോങ്ങർ, ഷാർപ്പർ. വരൂ, നിങ്ങളുടെ മുടികളിൽ ഫില്ലിംഗ് ബ്ലാങ്ക്സ് കളിക്കാം. നിങ്ങളുടെ മുടികളിലെ ബ്ലാങ്കിൽ എന്തെങ്കിലും നല്ലത് ഫിൽ ചെയ്യൂ. മുടി കൊഴിച്ചിൽ നിങ്ങളെ ഫില്ലിംഗ് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുന്നുണ്ടോ? അതുകൊണ്ട് പുതിയ ഡവ് ഹെയർ ഫോൾ റെസ്ക്യൂ വിത്ത് ബയോ പ്രോട്ടീൻസ് കാഴ്ചയിൽ നിങ്ങളുടെ മുടിയെ വണ്ണമുള്ളതാക്കുന്നു. പുതിയ ഡവ് ഹെയർ ഫോൾ റെസ്ക്യൂ. तो गाइज आज मैं आपको बताने वाला हूँ इंडियन बाइक्स ड्राइविंग 3D के ऑल न्यू चीट कोड, जो कि न्यू अपडेट के बाद के ऑल चीट कोड मैं इस वीडियो के अंदर आपको बताने वाला हूँ. तो वीडियो को लास्ट तक पूरा देखना, क्योंकि न्यू अपडेटेड चीट कोड मैं इस वीडियो में बताने वाला हूँ. तो यहाँ पर देख सकते हो मैं काफी ज्यादा बढ़िया चीट कोड आज के इस वीडियो में आपको बताने वाला हूँ. 1 by 1 करके सारे